വെള്ളാപ്പള്ളി നടേശനെ വീട്ടിലെത്തി കണ്ട ജി സുധാകരൻ മത്സരിക്കുന്നുവെന്ന് പറഞ്ഞുവെന്നും കുടുംബത്തെ കണ്ട് സംസാരിച്ചുവെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അദ്ദേഹത്തിന് ആരുടെ പിന്തുണ ഉണ്ട് എന്നറിയില്ല. സുധാകരൻ ജനകീയനാണ്, ജില്ലയിൽ സ്വാധീനമുള്ള നേതാവാണ്, ഭരണത്തിൽ മിടുക്കനാണ് എന്നും വെള്ളാപ്പള്ളി പ്രതികരിച്ചു. അല്ലൊന്നും പറഞ്ഞില്ല, പിന്തുണ ഒന്നും നേടിയില്ല. പറഞ്ഞു എൻ്റെ കാല് ഇങ്ങനെ ഇരിക്കുകയാണ്, അപ്പം എനിക്ക് നല്ല സുഖം, ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാനിങ്ങനെ ഒരു നിൽക്കാൻ പോവുകയാണ്, ഇങ്ങോട്ടൊന്നും പറയണ്ട, സുഖമില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഭാര്യ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് ഭാര്യയെ കൊണ്ട് ബാത്റൂമിൽ കയറി പോവുകയും ചെയ്യും. ഞാൻ അദ്ദേഹത്തിന് ആരുടെ പിന്തുണയുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. ഇപ്പം അദ്ദേഹം സ്വതന്ത്രനായി നിൽക്കാൻ പോകുന്നതല്ലേ അറിയുന്നത്. ആരുടെയും പിന്തുണ അദ്ദേഹം തന്നാൽ സ്വീകരിക്കുമ്പോൾ ആരുടെയും പിന്തുണയ്ക്ക് വേണ്ടി പോകുകയല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. സുധാകരന് എന്ന് പറഞ്ഞാൽ ഒരു ജനകീയനാണ്. അദ്ദേഹത്തിന് കുറെ ജനപിന്തുണ ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം. അവർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരുപാട് സ്വാധീനം ഉള്ള ഒരു മാന്യ വ്യക്തിയാണ്. ഭരണത്തിൽ ഒരു സത്യസന്ധനായ ഒരു മന്ത്രിയാണെന്ന് ചരിത്രം തെളിയിക്കുകയും കേരളത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള മന്ത്രിയാണ്. ഭരണത്തിൽ അദ്ദേഹം മിടുക്കനാണെന്ന് തെളിയിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇതെല്ലാം കിട്ടുകയും കൊടുക്കുകയും ഭരിക്കുകയൊക്കെ ചെയ്യുന്നതെല്ലാം പാർട്ടിയുടെ അടിസ്ഥാനത്തിലാണല്ലോ. പാർട്ടി കൊടുത്തുകൊണ്ടാണ് അതെല്ലാം ചെയ്യാനെത്തത്. അജയ്നാഥ് ചേരുകയാണ് വിവരങ്ങളുമായി. അജയ്, പറയാതെ പറയുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ചില കാര്യങ്ങൾ. ജി സുധാകരൻ മിടുക്കനാണ്, മന്ത്രി എന്ന രീതിയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചയാളാണ്, അഴിമതിരഹിതമായ പ്രവർത്തനങ്ങൾ പിന്തുടർന്ന് മുന്നോട്ട് പോയ ആളാണ്. പക്ഷേ ഇതെല്ലാം പാർട്ടി നൽകുന്നതാണല്ലോ, പാർട്ടി നൽകുകയും കൊടുക്കുകയും എടുക്കുകയും ചെയ്യുന്നതാണല്ലോ ഈ കാര്യങ്ങളെല്ലാം എന്ന് തന്നെയാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. ചില കാര്യങ്ങൾ നമ്മളതിൽ വായിച്ചെടുക്കേണ്ടതുണ്ട്. ഒപ്പം സമുദായ നേതാക്കളെ അടക്കം ഈ പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശനടുത്ത് പെരുന്നയിലേക്ക് അദ്ദേഹം പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ കൃത്യമായ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിലേക്കൊക്കെ ജി സുധാകരൻ കടന്നു കഴിഞ്ഞു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. തീർച്ചയായും അത് തന്നെയാണ്. സുധാകരൻ സാമുദായിക നേതാക്കളെ കാണുവാനുള്ള ശ്രമം തുടങ്ങിയിരിക്കുന്നു. അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ അദ്ദേഹം കണ്ടത്. അതിനുശേഷം പെരുന്നയിലേക്ക് പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സുധാകരൻ തന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു, പ്രചാരണ പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നു. സുധാകരൻ വളരെ ലൈവായി മണ്ഡലത്തിൽ സജീവമാകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ചില ചെറിയ പൊതുപരിപാടികൾ സുധാകരൻ പങ്കെടുത്തിരുന്നു. പക്ഷേ അപ്പോഴും ഒരു പ്രത്യക്ഷത്തിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായില്ല. എന്നാൽ ഇപ്പോൾ സുധാകരൻ തന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കുന്നു എന്നുള്ളതാണ്. അത് അമ്പലപ്പുഴ മണ്ഡലത്തെ സംബന്ധിച്ച് കൂടുതൽ കനത്ത പോരാട്ടത്തിലേക്ക് ഈ മണ്ഡലം മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വെള്ളാപ്പള്ളിയെ കണ്ടപ്പോൾ പോലും പിന്തുണ തേടിയിട്ടില്ല എന്നാണ് വെള്ളാപ്പള്ളി പ്രതികരിച്ചത്. ഒപ്പം തന്നെ സുധാകരനെ പുകഴ്ത്തി പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് സുധാകരൻ ജനകീയനായിട്ടുള്ള നേതാവാണ്, ജില്ലയിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ്, ഭരണ മികവും സുധാകരൻ പുലർത്തിയിരുന്നു എന്ന് വെള്ളാപ്പള്ളി സൂചിപ്പിക്കുന്നു. ഒപ്പം തന്നെ പാർട്ടിയാണ് ഇതെല്ലാം തന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് സുധാകരൻ പാർട്ടി വിട്ട് സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ നിലവിൽ പിന്തുണയൊന്നും തന്നെ തേടിയിട്ടില്ല എന്നുള്ളതാണ് വെള്ളാപ്പള്ളിയിൽ നിന്നും സുധാകരൻ വെള്ളാപ്പള്ളിയോട് പറഞ്ഞിട്ടുള്ളതും. എന്തായാലും ഇങ്ങോട്ടൊന്നും പറയേണ്ടതില്ല, കൂടുതൽ പിന്തുണ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട SNDPയുടെ പിന്തുണയോ അങ്ങനെ ഒന്നും തന്നെ സുധാകരൻ ആവശ്യപ്പെട്ടിട്ടുമില്ല എന്നാണ് വെള്ളാപ്പള്ളി സൂചിപ്പിക്കുന്നത്. എന്തായാലും സുധാകരനെ സംബന്ധിച്ച് വലിയ പോരാട്ടം അമ്പലപ്പുഴ മണ്ഡലത്തിൽ നടത്താൻ ശേഷിയുള്ള നേതാവ് കൂടിയാണ്. മുൻപ് MLA ആയി ഈ മണ്ഡലത്തിൽ നിന്ന് നിരവധി തവണ ജയിച്ചിട്ടുള്ള ആൾ കൂടിയാണ്. സ്വാഭാവികമായും ആ ഒരു പോരാട്ടത്തിന്റെ അല്ലെങ്കിൽ ആ മണ്ഡലത്തിന്റെ പൾസ് അറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനം സുധാകരന് സംഘടിപ്പിക്കാൻ സ്വാഭാവികമായും എളുപ്പമുണ്ട് എന്നുള്ളതും LDFനെ വിശേഷിച്ച CPM-നെ കൂടുതൽ തലവേദന സൃഷ്ടിക്കുന്ന കാര്യം തന്നെയാണ്. എന്തായാലും മണ്ഡലത്തിൽ H സലാമും തന്റെ പ്രചരണ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ വലിയ ചുടുകാടിൽ നിന്നാണ് അദ്ദേഹം പ്രചരണ പരിപാടികൾ ആരംഭിച്ചിട്ടുള്ളത്. ഉച്ചയ്ക്ക് വണ്ടാനം മെഡിക്കൽ കോളേജിൽ പൊതിച്ചോർ വിതരണം ഉൾപ്പെടെയുള്ള DYFയുടെ പൊതിച്ചോർ വിതരണം ഉൾപ്പെടെയുള്ള പരിപാടികൾ അദ്ദേഹം പങ്കെടുക്കും. അങ്ങനെ വളരെ ലൈവായി മണ്ഡലത്തിൽ അമ്പലപ്പുഴ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ആലപ്പുഴയുടെ വിപ്ലവ മണ്ണിൽ ജി സുധാകരന്റെ സ്വാധീനം എന്തായിരിക്കും, ജി സുധാകരൻ എന്ന ഘടകം ഏത് രീതിയിൽ പ്രവർത്തിക്കുമെന്ന് തന്നെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കും, ആരുടെയും പിന്തുണ തേടില്ല, താൻ ആരുമായും ചർച്ച നടത്തിയിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കെ 24 മണിക്കൂർ പിന്നിടുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് കൃത്യമായ പിന്തുണയുമായി എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വന്ന ആ സമയത്ത് തന്നെ കോൺഗ്രസ് ഒരു കൃത്യമായ ഒരു നിലപാടെടുത്തിരുന്നില്ല. കാരണം
നിലവിലുള്ള സർക്കാരിനെയോ പാർട്ടിയോ തള്ളിപ്പറയാതെ നിൽക്കുന്ന സുധാകരൻ, ആ സുധാകരനെ ഏത് രീതിയിൽ കോൺഗ്രസിലേക്ക് സ്വീകരിക്കും, ഏത് രീതിയിൽ അണികളോട് വിശദീകരിക്കും എന്നൊരു വലിയ ചോദ്യം UDF-ന് മുന്നിൽ, കോൺഗ്രസിന് മുന്നിലുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്നിപ്പോൾ കൃത്യമായി സുധാകരന് കൈകൊടുക്കുന്നു. ഇവർ തമ്മിലുള്ള ചർച്ചകളടക്കം അല്ലെങ്കിൽ നിലപാടുകളടക്കം പരസ്പരം വ്യക്തമാക്കിയിരിക്കുന്നു എന്ന് വേണ്ടി നമ്മൾ മനസ്സിലാക്കാൻ. തീർച്ചയായും നിലവിൽ നേതാക്കളാരും തന്നെ സുധാകരൻ വീട്ടിലെത്തി കണ്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഫോണിലൂടെ തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നും നമുക്ക് അനുമാനിക്കേണ്ടതായി വരും. എന്തായാലും സുധാകരനെ കോൺഗ്രസ് പിന്തുണ നൽകുന്നു എന്നുള്ളത് തന്നെയാണ് അതിലെ യാഥാർത്ഥ്യം. അപ്പോൾ പോലും സ്വപ്ന സൂചിപ്പിച്ചുള്ള തന്നെ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിനെ തള്ളിപ്പറയുകയോ പാർട്ടിയെ തള്ളിപ്പറയുകയോ ചെയ്യില്ല എന്ന് സുധാകരൻ സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വവും ഇത് സംബന്ധിച്ചൊരു നിലപാട് സുധാകരനെ അറിയിക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അണികൾക്കിടയിലും വലിയ ഒരു ആക്ഷേപം അല്ലെങ്കിൽ വിമർശനം ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അതായത് പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രി ആകുന്നത് സന്തോഷമെന്നാണ് സുധാകരൻ തന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചത്. ഒപ്പം തന്നെ സർക്കാരിനെയും പാർട്ടിയെയും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രചാരണ പരിപാടിക്കും താൻ നിൽക്കില്ല എന്നും സുധാകരൻ പറഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ സംസ്ഥാനത്തൊട്ടാകെ സർക്കാരിനെതിരെ ഒരു പ്രചാരണ ആയുധമായി ഇലക്ഷനിൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുമ്പോൾ അമ്പലപ്പുഴ മണ്ഡലത്തിൽ സുധാകരനെ മുൻനിർത്തി മത്സരിക്കുമ്പോൾ ആ നിലയിലേക്ക് ഒരു പ്രചാരണ പരിപാടി നടന്നില്ല എങ്കിൽ അത് കോൺഗ്രസിന് വലിയ തലവേദനയാകും, UDF-ന് വലിയ തലവേദനയാകും. അങ്ങനെയെങ്കിൽ ഈ മണ്ഡലത്തിൽ അമ്പലപ്പുഴ മണ്ഡലത്തിലെ UDF-ന്റെ പ്രചാരണ പരിപാടി അല്ലെങ്കിൽ പ്രചാരണ തന്ത്രം എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ചും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുധാകരന്റെ ആ നിലപാടിൽ സുധാകരൻ വെള്ളം ചേർക്കുമോ, സർക്കാരിനെയും പാർട്ടിയെയും കുറ്റപ്പെടുത്തുമോ എന്നാണ് നമുക്ക് കണ്ടറിയേണ്ടത്. ഒപ്പം തന്നെ സുധാകരൻ ആദ്യ പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ തുടങ്ങി വെച്ച പല പദ്ധതികളും ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ അജയ്, അത് തന്നെയാണ് നമ്മൾ അറിയേണ്ടത്. പ്രത്യേകിച്ചും UDF പ്രധാനമായും ഈ തിരഞ്ഞെടുപ്പിൽ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ അഴിമതികൾ, ക്രമക്കേടുകൾ ഇതൊക്കെ ഉയർത്തിക്കാട്ടി സർക്കാരിനെതിരായ സർക്കാർ വിരുദ്ധ മുദ്രാവാക്യം മുഴക്കി വലിയ രീതിയിൽ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ UDF-ഉം കോൺഗ്രസും ഒക്കെ തയ്യാറെടുക്കുമ്പോൾ കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി മത്സരിക്കുന്ന സുധാകരൻ അല്ലെങ്കിൽ ആ പിന്തുണ കിട്ടുന്ന ആ സുധാകരൻ ഏത് തരത്തിൽ മണ്ഡലത്തിലാണെങ്കിൽ കൂടി ജനങ്ങളോട് തൻ്റെ ഭാഗം ന്യായീകരിക്കും, എന്തു പറഞ്ഞ് വോട്ട് ചോദിക്കുമെന്നതാണ് പ്രധാനം. അത് തന്നെയാണ് സുധാകരൻ പറയുന്നത്. ഈ പാർട്ടിക്കുള്ളിലെ പൊളിറ്റിക്കൽ ക്രിമിനലുകൾക്ക് എതിരെയാണ് താൻ നിലപാട് സ്വീകരിക്കുന്നത്, അവർക്കെതിരെയാണ് താൻ പ്രവർത്തിക്കുന്നത്. CPM-നുള്ളിൽ നടക്കുന്ന ചില പ്രവർത്തനങ്ങൾ, അതായത് ഈ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ട്, സൈബർ ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തനിക്കെതിരെയും ഒപ്പം ഈ പാർട്ടിയെ മറ്റൊരു രീതിയിലേക്ക് തെറ്റായ ദിശയിലേക്ക് നയിക്കുന്ന ചില ആളുകൾ ഈ പാർട്ടിക്കുള്ളിലുണ്ട്. അവർക്കെതിരെയാണ് തന്റെ പോരാട്ടം എന്നാണ് സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കുന്ന ഘട്ടത്തിൽ സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. എന്തായാലും സുധാകരന് കോൺഗ്രസ് പിന്തുണ നൽകുമ്പോൾ പക്ഷേ ആ ഒരു ഇത്തരം കാര്യങ്ങൾ മാത്രം പ്രചാരണ ആയുധമാക്കി മാറ്റാൻ വേണ്ടി കഴിയില്ല. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പ്രചാരണ ആയുധം എന്താണെന്നാൽ സർക്കാരിനെതിരെയുള്ള സർക്കാർ വിരുദ്ധത തന്നെയാണ്. അത് സുധാകരനും ആ മുദ്രാവാക്യത്തിന്റെ ഭാഗമായി ചേരേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ പ്രചാരണം തന്നെ സുധാകരനും അമ്പലപ്പുഴ മണ്ഡലത്തിൽ എടുക്കേണ്ടതായി വരും. അങ്ങനെയെങ്കിൽ സുധാകരൻ മുൻപെടുത്തിട്ടുള്ള നിലപാടിൽ മാറ്റം വരുത്തുമോ, കോൺഗ്രസിനൊപ്പം ചേർന്ന് നിന്ന് സർക്കാരിനെ കുറ്റപ്പെടുത്തുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. സുധാകരൻ അത് സംബന്ധിച്ച് നിലപാട് അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പാർട്ടി ഒരു ഘട്ടത്തിൽ പോലും പാർട്ടി വിടില്ല എന്ന് കരുതിയിരുന്ന സുധാകരനാണ് പാർട്ടി വിട്ട് ഇപ്പോൾ UDF-ന്റെ പിന്തുണ തേടിക്കൊണ്ട് അല്ലെങ്കിൽ പിന്തുണ ഏറ്റുവാങ്ങിക്കൊണ്ട് മത്സരം രംഗത്തെത്തുന്നത്. അങ്ങനെയെങ്കിൽ ഈ നിലപാട് വിഷയം തന്നെയാണ് നമുക്ക് അറിയേണ്ടത്. അജയ്, എന്ത് ചോദിച്ചാണ് സുധാകരൻ ജനങ്ങളുടെ മുന്നിൽ, അമ്പലപ്പുഴയിലെ ജനങ്ങൾക്ക് മുന്നിൽ വോട്ട് ചോദിച്ചെത്തുക എന്ന് തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം.